മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. IPL ജേതാക്കൾക്കുള്ള സ്വീകരണ ചടങ്ങിനിടെ ബംഗളൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും RCB ടീമിനെന്ന കർണാടക CIDയുടെ കുറ്റപത്രം. പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനി CNA എന്റർടൈൻമെന്റ്സ്, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 2200 പേജുള്ള കുറ്റപത്രമാണ് CID സമർപ്പിച്ചത്. ടിക്കറ്റും അതിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട RCB ആശയക്കുഴപ്പം സൃഷ്ടിച്ചെന്നും പരിപാടിയുമായി ബന്ധപ്പെട്ട വേണ്ട ഏകോപനം നടത്തിയില്ലെന്നുമാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. 15ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ബംഗളൂരു നഗരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനാകൂ. ഇതിന് ദിവസങ്ങളെടുക്കും. എന്നാൽ IPL ഫൈനലിന് മുമ്പ് തന്നെ RCB ട്രോഫി പരേഡും വിജയാഘോഷവും നടത്താൻ അനുമതി തേടിയിരുന്നു. വേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെ സമർപ്പിച്ച അപേക്ഷ അധികൃതർ നിരസിച്ചെങ്കിലും വിജയാഘോഷം നടക്കുമെന്ന് RCB സമൂഹ മാധ്യമത്തിൽ അറിയിപ്പ് നൽകി. ഇതോടെ ആരാധകർ കൂട്ടത്തോടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചു എന്നും CID കുറ്റപത്രത്തിൽ പറയുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും RCB ടീമിനാണെന്നാണ് കർണാടക CIDയുടെ കുറ്റപത്രം. പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനി CNA എന്റർടൈൻമെന്റ്സ്, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2200 പേജുള്ള കുറ്റപത്രമാണ് CID സമർപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റും അതിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട RCB ആശയക്കുഴപ്പം സൃഷ്ടിച്ചെന്നും പരിപാടിയുമായി ബന്ധപ്പെട്ട വേണ്ട ഏകോപനം നടത്തിയില്ലെന്നുമാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. 15ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ബംഗളൂരു നഗരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനാകൂ. ഇതിന് ദിവസങ്ങളെടുക്കും. എന്നാൽ IPL ഫൈനലിന് മുമ്പ് തന്നെ RCB ട്രോഫി പരേഡും വിജയാഘോഷവും നടത്താൻ അനുമതി തേടിയിരുന്നു. വേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെ സമർപ്പിച്ച അപേക്ഷ അധികൃതർ നിരസിച്ചെങ്കിലും വിജയാഘോഷം നടക്കുമെന്ന് RCB സമൂഹ മാധ്യമങ്ങളിൽ അറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് ആരാധകർ കൂട്ടത്തോടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചതെന്നും CID കുറ്റപത്രത്തിൽ പറയുന്നു. ബാബ സിദ്ദിഖി കൊലക്കേസിലെ പ്രതി അൻമോൾ വിഷ്ണുയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തി. ഡൽഹിയിലെത്തിച്ച പ്രതിയെ